Christmas and New Year is not just a day, it's just a frame of memories. So here it's me RJ Fajra and here it's me RJ Surume. I hope you all are feeling the joyful spirit of Christmas. Today we celebrate the birth of Jesus and the love and kindness that this season brings. So let's begin with a beautiful song by Jodil Dev. പകരും പൂന്തെന്നലും നീലവാനിലൊഴുകും വെള്ളിമേഘങ്ങളും കുളിരു പകരും പൂന്തെന്നലും നീലവാനിലൊഴുകും വെള്ളിമേഘങ്ങളും രാക്കിളി പാട്ടും ശാന്തമാം നിലാവും മോദമായി മൊഴിഞ്ഞിടുന്നു ദൈവസൂനു മണ്ണിൽ വന്നിതാ. Thank you, Jodil, for your wonderful song. Let's remember to share our blessings, lend a helping hand, and make this holiday season a truly special one. Now let us know more about Christmas. So here I call upon our beloved father, Reverend Father Jiju Titai, for Christmas message. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ആശംസകൾ. ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പ്രതീക്ഷയും സ്നേഹവും സന്തോഷമൊക്കെ വരുന്ന ദിവസമാണ്. എന്തായിരിക്കാം ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ചിത്രം? ക്രിസ്തുവിൻ്റെ ജനനമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഉള്ളിൽ വേഗം ഓടി വരുന്ന ഒരു സാന്താക്ലോസിൻ്റെ ചിത്രം കൂടിയുണ്ട്. നീണ്ട വെള്ളത്താടിയുള്ള ചുവന്ന കുപ്പായമണിഞ്ഞ എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്ന ഒരു സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ ചിത്രം. അതിൻ്റെ യഥാർത്ഥ കഥയിൽ ആരും അറിയാതെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ കിടക്കയുടെ കീഴിൽ സമ്മാനങ്ങൾ വെച്ച് പോകുന്ന ഒരു നല്ല അപ്പാപ്പനായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്മസ് ഏറ്റവും വലിയൊരു സമ്മാനമാണ്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനം. ക്രിസ്തു എന്ന ദൈവപുത്രൻ ഭൂമിയിൽ പിറന്നു വീണു. ഒരുപാട് സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മുടെ ഭൂമിയിലേക്ക് നൽകി. സ്നേഹിക്കാനും കരുണ കാണിക്കാനും ക്ഷമിക്കാനും തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശവും അത് തന്നെയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതാണ് മാലാഖമാർ പാടിയത്. ഒരുപാട് നന്മ നിറഞ്ഞ മനുഷ്യരുടെ ഭൂമിയാണിത്. ഒരുപാട് സ്നേഹ സമ്മാനങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നവരുടെ ഭൂമിയാണ്. ഒരുപാട് പൊറുക്കുന്ന ക്ഷമിക്കുന്ന മനുഷ്യരുടെ ഭൂമിയാണിത്. ക്രിസ്മസിൻ്റെ സന്ദേശം അതൊക്കെ തന്നെ. പ്രതീക്ഷ നൽകുക, മറ്റുള്ളവർക്ക് സ്നേഹം നൽകുക, സമാധാനം നൽകുക. മാലാഖമാരെ പോലെ നമുക്ക് പറയാൻ സാധിക്കട്ടെ, എല്ലാവർക്കും സമാധാനം ആശംസിക്കാൻ സാധിക്കട്ടെ. ഈ ക്രിസ്മസ് കാലം നമുക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു അവസരമായി തീരട്ടെ. ആരും അറിയാതെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് നമുക്ക് സമ്മാനം നൽകാൻ സാധിക്കട്ടെ. ഒരുപക്ഷെ നല്ലൊരു പുഞ്ചിരിയായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ അവരോട് പൊറുക്കുന്നതായിരിക്കാം. നമ്മെ ഉപദ്രവിച്ചവരോട് പൊറുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കരുണ കാണിക്കാൻ സാധിക്കട്ടെ. ഒരു പാവപ്പെട്ടവന് എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കാം നമ്മുടെ ക്രിസ്മസിന് ഏറ്റവും വലിയ സമ്മാനം. സമ്മാനത്തിൻ്റെ ഒരു നല്ല കാലമായി തീരട്ടെ ഈ ക്രിസ്തുമസ്. ദൈവം ഭൂമിയിലേക്ക് നൽകിയ തൻ്റെ മകനെ പോലെ തന്നെ നമുക്കും മറ്റുള്ളവർക്ക് എന്തെങ്കിലും നൽകാൻ, ഒരു സമ്മാനം നൽകാൻ ഈ ക്രിസ്മസ് കാലം അവസരമൊരുക്കട്ടെ. സെൻറ്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ 2024 പുതുവത്സരം ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഒരു നല്ലൊരു വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരുപാട് ശാന്തി നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ആഘോഷം നിറഞ്ഞ ഒരു പുതുവർഷം. ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു, സ്നേഹവും സമാധാനം നേരുന്നു. അതോടൊപ്പം തന്നെ പുതുവത്സരത്തിൻ്റെ സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ആശംസകൾ. ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, Father, for your valuable message.
It's a time to be grateful for our loved ones and to spread joy to those surrounded by us. Here I call upon our one and only beloved principal, Dr. Joshi CU, for his message. സന്മനസ്സുള്ളവർക്ക് മാത്രമേ സുമനസ്സുകളെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ. സെൻറ് ജോസഫ്സ് കലാലയത്തിലെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയ മക്കളെ, ബഹുമാന്യരായ മാതാപിതാക്കളെ, ഈ കലാലയത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രിയ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് വിണ്ണിൽ നിന്നും വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഭൂമിയിലേക്ക് വന്നു ചേർന്ന സന്ദേശം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, അത് വന്നു ചേർന്നത് ക്രിസ്മസ് വേളയിലാണ്. അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് സന്മനസ്സുള്ളവർക്ക് മാത്രമേ സുമനസ്സുകളെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഈ ക്രിസ്മസ് കാലത്തിലും ഈ വാചകങ്ങൾക്ക്, ഈ സന്ദേശത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. പ്രശസ്തയായിട്ടുള്ള എഴുത്തുകാരി, അമേരിക്കൻ എഴുത്തുകാരിയായ റിഷേലെ ഗുഡ്രിച്ച് ഇങ്ങനെ പറഞ്ഞു: ക്രിസ്മസ് ഒരു മിഠായിയെ പോലെയാണ്. അത് വായിലിടുമ്പോൾ പതുക്കെ പതുക്കെ അലിയുന്നു. ആ അലിയുന്ന മിഠായിയുടെ രസം നമ്മുടെ രസമുകുളങ്ങൾ ഒന്നൊന്നായി ഏറ്റെടുക്കുന്നു. ആ രസം വായിൽ നിന്നും പോകാതെ കിട്ടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതാണ് ക്രിസ്മസിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സന്ദേശം. ഇരുള് പ്രകാശത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിലും, പ്രകാശം ഇരുളിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിലും അകന്നു പോകുന്നത് ഇരുളായിരിക്കും, പ്രകാശമല്ല. പ്രകാശം എപ്പോഴും വെളിച്ചം നൽകിക്കൊണ്ട് തന്നെയിരിക്കും. ഈ സന്ദേശം ക്രിസ്മസിൻ്റെ കാലത്ത് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നതിന് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. സെൻറ് ജോസഫ്സിൻ്റെ പ്രിയ മക്കളായ ഏവർക്കും നല്ലൊരു ക്രിസ്മസും അതുപോലെ തന്നെ പ്രകാശപൂരിതമായിട്ടുള്ള ഒരു പുതുവർഷവും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു സാർ. അപ്പോൾ എന്തായാലും നമുക്ക് ക്രിസ്മസിനെ കുറിച്ചൊക്കെ നമ്മുടെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞു തന്നല്ലേ. അപ്പോൾ എന്തായാലും അടുത്തെന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ ആണ്. അപ്പോൾ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ സ്കൂൾ ലൈഫിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അതായത് ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കലും, ഗിഫ്റ്റ്സ് കൊടുക്കുന്നതും, പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ക്രിസ്മസ് വെക്കേഷന് വേണ്ടി ക്ലോസ് ചെയ്യുന്ന സമയത്ത് അന്ന് പോകുമ്പോൾ നമ്മളെല്ലാവരും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അടുത്ത വർഷം കാണാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോകലൊക്കെ. സോ അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെമ്മറീസ് ആണല്ലേ ഫജു? അത് ശരിയാ സുർമി പറഞ്ഞത്. ചൈൽഡ്ഹുഡ്, ക്രിസ്മസ്, ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് മെമ്മറീസ് ആയിരുന്നു. സുർമി, നമുക്ക് ഈ റീ ഓപ്പണിങ്ങിന് നമുക്കൊരു ബോക്സ് പ്രൊവൈഡ് ചെയ്താലോ കോളേജിൽ? എന്താ സുർമി നിന്റെ അഭിപ്രായം? അത് അടിപൊളിയായിരിക്കും. നമ്മളൊക്കെ പണ്ട് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ടീച്ചേഴ്സ് ചോദിക്കാറുണ്ടല്ലേ, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, ഈ കഴിഞ്ഞു പോയിട്ടുള്ള ഇയർ തന്നിട്ടുള്ള നല്ല മെമ്മറീസ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്താലോ? നിങ്ങൾക്ക് 2023 തന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ മെമ്മറീസ്, ഗ്രേറ്റ് ലെസൺസ് ആൻഡ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, ഇതൊക്കെ ഞങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ റീ ഓപ്പണിംഗ് ഡേയുടെ അന്ന് കോളേജിലൊരു ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എല്ലാവർക്കും Merry Christmas and Happy New Year. So here we are going to conclude this episode. We wish you a blessed holiday season. May this Christmas and New Year bring you comfort, joy, peace and happiness to last throughout coming years. Once again, I wish you a Merry Christmas and Happy New Year. So, see you till next time. It's me, RJ Surumi. And it's me, RJ Fajra, signing off.